ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഒറ്റപ്പാലം നഗരസഭയിലെ 5 സ്ഥിരം സമിതികളിൽ CPM-ന് ഭൂരിപക്ഷം. വിദ്യാഭ്യാസ സമിതിയിൽ BJP മുന്നിലെത്തി. സമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് ജനുവരി 12-ന് നടക്കും. ഒറ്റപ്പാലം നഗരസഭയിലെ 6-ൽ 5 സ്ഥിരം സമിതികളിലും CPM-ന് ഭൂരിപക്ഷം ലഭിച്ചു. ധനകാര്യം, ആരോഗ്യം, പൊതുമരാമത്ത്, ക്ഷേമകാര്യം, വികസനം എന്നീ സമിതികളിലാണ് CPM കരുത്ത് തെളിയിച്ചത്. ധനകാര്യ സമിതി അധ്യക്ഷ പദവി നഗരസഭാ ഉപാധ്യക്ഷനുമാകുമെന്നിരിക്കെ ഈ സമിതിയിലെ അംഗബലത്തിന് പ്രത്യേക പ്രസക്തിയില്ല. അതേസമയം കൗൺസിലിൽ 12 അംഗങ്ങളുള്ള BJP വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിൽ ഭൂരിപക്ഷം ഉറപ്പിച്ചു. 6 അംഗങ്ങളുള്ള ഈ സമിതിയിൽ BJPക്ക് 3 പേരും UDF-ന് 2 പേരും CPM-ന് ഒരാളുമാണുള്ളത്. ധനകാര്യ വികസന സമിതികളിലെ ബാക്കിയുള്ള ഒഴിവുകളിലേക്ക് വ്യാഴാഴ്ച രാവിലെ 10:30-ന് വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കും. BJP-യിലെ 5-ഉം UDF-ലെ 1 അംഗവുമാണ് നിലവിൽ സമിതികളിൽ ഉൾപ്പെടാനുള്ളത്. സബ് കളക്ടർ അഞ്ജിത് സിംഗ് ഭരണാധികാരിയായ തിരഞ്ഞെടുപ്പിൽ സമിതി അധ്യക്ഷന്മാരെ ജനുവരി 12-ന് നിശ്ചയിക്കും. ന്യൂസ് ഡെസ്ക് CCV.